ഹായ്, ഞാൻ ദീപ. കല്യാണം എന്ന റാറ്റ് റേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു സിമ്പിൾ കാര്യത്തിനെ ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആക്കി കളയുന്ന കുറച്ച് ആചാരങ്ങളെ പറ്റി പറയാം. ഒന്നാമത്തെ കാര്യം വീടും മറ്റു വസ്തുക്കളുടെയും കണക്കെടുപ്പാണ്. അതിലിപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ പ്രായമോ ജോലിയോ കഴിവിനോ ഒന്നും ഒരു പ്രസക്തിയില്ല. അവര് ഒരുമിച്ച് ചേർന്ന് ഇപ്പം മുന്നോട്ട് പോകുമ്പം വീടും സ്വത്തും ഒക്കെ ഉണ്ടാക്കിക്കൊള്ളും എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. അവര് കണക്കെടുക്കുന്നത് കുടുംബ സ്വത്തിന്റെ കാര്യമാണ്. ഇപ്പൊ ചെറുക്കനൊരു കാർ ഉണ്ടെങ്കിൽ അത് ആ ചെറുക്കൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അതോ വീട്ടിൽ നിന്ന് കിട്ടിയതാണോ എന്നുള്ളതല്ല, എന്താണ് മുഴുമിപ്പിച്ച് കാണിക്കാനുള്ളത് അതാണ് നോക്കുന്നത്. അപ്പൊ ഇപ്പോഴാണ് ഈ കുടുംബസ്വത്തും കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യം ഒക്കെ ഇതിനകത്ത് വലിയൊരു റോൾ ഉണ്ടെന്ന് മിക്കവരും തിരിച്ചറിയുന്നത്. സ്ത്രീധനം വാങ്ങത്തില്ല എന്ന് പറയുന്ന ചെറുക്കന് പോലും കുടുംബസ്വത്തോ വീടോ ഇല്ല എന്ന കാരണത്താൽ കല്യാണം വേണ്ടെന്ന് വെച്ച് പോകുന്നത് കാണാം. പിന്നെ വരുന്നത് ബന്ധുക്കളെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർഭാടങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഒരു കൂട്ടർ ഇപ്പോൾ സിമ്പിളായിട്ട് നടത്താമെന്ന് പറഞ്ഞാൽ പോലും മറു കൂട്ടർക്ക് ചിലപ്പം കടം മേടിച്ചാണെങ്കിലും ബന്ധുക്കളുടെ മുന്നിൽ ആളാവാൻ ഇത്ര പവന്റെ താലി, ഇത്ര രൂപയുടെ മന്ത്രകോടി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഹണിമൂൺ തുടങ്ങിയ മാൻഡേറ്ററി ലിസ്റ്റുകൾ അങ്ങോട്ടും നിരത്തും. രണ്ടും കൂടി ഒരു നടയ്ക്ക് പോകത്തില്ല. പെണ്ണിന്റെയും ചെറുക്കന്റെയും അപ്പനമ്മമാരിലും സഹോദരങ്ങളിലും ഒതുങ്ങി നിൽക്കേണ്ട മിക്ക തീരുമാനങ്ങൾ, ഇപ്പം പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കാൻ ഈ വഴിയെ പോകുന്ന ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിക്കും. അവരുടെ അഭിപ്രായവും അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒക്കെ നോക്കി വരുമ്പം കംപ്ലീറ്റ് കുളമാവും. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അപ്പനും അമ്മയ്ക്കും പോലും അഭിപ്രായം പറയാനായിട്ട് സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പന്റെ ബന്ധുക്കള്, അമ്മയുടെ ബന്ധുക്കള്, ഇവരുടെ എല്ലാവരുടെയും പല പല സ്ഥലത്തോട്ട് കെട്ടിച്ചു വിട്ട പല ഏരിയയിലെ ചടങ്ങുകളെല്ലാം കൂടെ കയറി അങ്ങ് വന്നിട്ട് ആകെ ഒരു ചളം കുളം അവസ്ഥയായിരിക്കും. ഇനി ഇതെല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പോഴാണ് മതപരമായ റൂളും ചട്ടവും പണം പിടുങ്ങലും മറ്റ് അതിർവരമ്പുകളൊക്കെ വരുന്നത്. ഇത് ഈ പറഞ്ഞൊക്കെ അറേഞ്ച് മാരേജിനും ലവ് മാരേജിനും ഒക്കെ ഒരുപോലെ ബാധകമാണ് കേട്ടോ. ഒളിച്ചോടി പോകുന്ന കാര്യത്തിൽ ഇത് ബാധകമല്ല. ഇപ്പം മതത്തിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഹോൾ എടുക്കുന്നത് മുതൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പള്ളിയിലെ കാര്യങ്ങളാണ് പറയുന്നത്, അമ്പലത്തിലൊക്കെ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതിനൊക്കെ ഓരോ റൂളും ചട്ടമുണ്ട്. കൂടുതലും കാശുള്ളവൻ രാജാവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. പെണ്ണും ചെറുക്കനും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് ഇപ്പം അത്യാവശ്യം വോയിസ് ഉണ്ട് എങ്കിൽ ഇതിനിടയിൽ ഈ അനാവശ്യമായിട്ട് കടന്നു വരുന്ന പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് വെട്ടിമാറ്റാം. വളരെ സമാധാനപരവും സന്തോഷകരവുമായിട്ടൊരു അനുഭവമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് കല്യാണം. പക്ഷെ മിക്കയിടത്തും ഇതല്ല കഥ. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ ചേച്ചിക്ക് ഇത്ര പവനാണ് കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് അതിനേക്കാട്ടിലും കൂടുതൽ വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കൾ ഇതെല്ലാം ഇങ്ങനെ തൂക്കി നോക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് ഇത്ര കൂടുതൽ ഇടണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ കണക്കനുസരിച്ച് അമ്മായിയമ്മ പെണ്ണിന് വളയിടണം, അല്ലെങ്കിൽ ചെറുക്കന് അമ്മായിയമ്മയ്ക്ക് ചെറുക്കൻ സാരി വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ പോയിട്ട് തുണി എടുക്കാവത്തുള്ളൂ, അല്ലെങ്കിൽ സ്വർണം എടുക്കാവുള്ളൂ, അല്ലെ ഈ കാരണവന്മാരുടെ ആൾക്കാർക്കെല്ലാം ആളാം വീതം സാരി അത് ഇത് എല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ഏതൊക്കെയോ തലമുറയിൽ ആരൊക്കെയോ തുടങ്ങി വെച്ച കുറച്ച് ആചാരങ്ങൾ, മേ ബി അവർക്ക് അന്ന് ക്യാഷ് ഉണ്ടായിരുന്നോണ്ടോ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പുറത്തോ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളായിരിക്കും. അതിപ്പോഴും കണ്ണു അടച്ച് പിന്തുടരാണ് പലരും. അപ്പം ഇതെല്ലാം സെറ്റാക്കി കൊണ്ടുപോയില്ലെങ്കിൽ ആ കല്യാണം വളരെ ഫെയിലിയർ ആയി പോകും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മിക്കവർക്കും. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, 10-16 വർഷം മുൻപേ അല്പം കൂടി കുറച്ച് തിരിച്ചറിവും പക്വതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കല്യാണം കുറച്ചും കൂടെ സിമ്പിളായിട്ട് നടത്തിയേനെന്ന് ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്. ഈവൻ ആ കല്യാണം നടന്ന സമയത്ത് പോലും നമുക്കൊരു ആകപ്പാടൊരു പുകമറയാണ്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ ഇവിടെ സംഭവിച്ചു, ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? പക്ഷെ എന്നിട്ട് പോലും അന്നത്തെ ഒരു പവർ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. അന്ന് നമുക്ക് രണ്ടുപേർക്കും വോയിസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കും ബിജുവിനും ഒരുപോലെ നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു തീരുമാനത്തിന് അവിടെ വാല്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മിക്ക അനാവശ്യ ചടങ്ങുകൾ നമ്മൾ അങ്ങ് ഒഴിവാക്കി. അതിലൊന്നാമത്തത് ഈ കല്യാണ സാരിയും പിന്നെ ഈ താലിയും പിന്നെ മോതിരമൊക്കെ എടുക്കാൻ പോകുന്നൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിടത്തോളം 2 സൈഡിലെയും ബന്ധുക്കളൊക്കെ വന്നിട്ട് എടുക്കുന്നൊരു വലിയ വിപുലമായ ചടങ്ങാണ്. പിന്നെ അഭിപ്രായം പറയലും അങ്ങനെയൊക്കെ. പക്ഷെ അന്ന് ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രാവിലെ ബൈക്ക് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റി മൊത്തം കറങ്ങി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ പോയി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാരിയും സെക്കൻഡ് സാരിയും മന്ത്രകോടിയും അതുപോലെ കല്യാണ സാരിയൊക്കെ മേടിച്ച് ജോളിയായിട്ട് ഒരു ദിവസം ഫുൾ ഔട്ടിംഗ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ആ ഒരു ചടങ്ങ് അങ്ങ് നടത്തിയത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വീട്ടുകാരുടെ ഇടപെടൽ അതിനകത്തില്ലായിരുന്നു.
പിന്നെ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ആണെങ്കിലും അപ്പൻ, അമ്മ, സഹോദരങ്ങൾ അവരിൽ ഒതുങ്ങി നിന്നു. അല്ലാതെ കൂടുതൽ പുറത്തുനിന്നുള്ളൊരു അഭിപ്രായം എടുക്കാനായിട്ട് പോയിട്ടില്ല. അതുപോലെ വലിയ ബെഡ ബന്ധുക്കളുടെ കല്യാണം കണ്ടിട്ട് അല്ലെങ്കിൽ അതുപോലെ നടത്തണം എന്നുള്ളൊരു വാശിയോ ദുരഭിമാനമോ ഒന്നും അന്ന് എനിക്കില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല പിശുക്കിയായിരുന്നുകൊണ്ടും ഞാനും കൂടി ഏൺ ചെയ്ത് തുടങ്ങിയ ഒരു സമയം ആയതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും ഒന്നും എൻ്റെ കല്യാണം ഒരു തരത്തിലൊരു ബാധ്യതയല്ലായിരുന്നു. എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ കടമെടുത്ത് നടത്തിയ ഒരു കല്യാണമൊന്നുമല്ല. അത്യാവശ്യം ഉള്ളത് കൊണ്ട് നടത്തി എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കല്യാണത്തിന് മനസ്സമ്മതത്തിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങിയത്. മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആരെയും വിളിച്ചില്ല. അത് എൻ്റെ ഒരു എന്താണ് ഇപ്പോൾ ഒരു ആദർശത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണ് അനാവശ്യമായിട്ട് ഈ പരിപാടികളൊക്കെ എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്ന്. അപ്പോൾ അതിൽ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുങ്ങിയ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പം ചിന്തിക്കുമ്പം നമുക്ക് തോന്നുന്നു. ആ ഒരു ചിന്താഗതി ശരി തന്നെയായിരുന്നു. അതിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത് എന്നുള്ളതാണ്, ആരെ കാണിക്കാനാണ് എന്നുള്ളതാണ്. ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലോട്ട് പോകുമ്പോൾ ഇതിന്റെ എന്താണ് മാറ്ററിൽ നിന്ന് തെന്നി മാറുന്നു എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. പല അനാവശ്യ ചെലവുകളും അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള പല ഡ്രസ്സുകൾ ഇപ്പോഴും ഉണ്ട്. അതായത് കല്യാണത്തിന് ഗൗണ്, മനസ്സമ്മതത്തിന് ലാച്ച തുടങ്ങിയ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അതിന്റെ പ്രാക്ടിക്കാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊന്നും പിന്നീട് ഒരിക്കലും നമ്മൾ ഇടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗൗൺ നമ്മൾ പിന്നെ ഇവിടെ ഇടുന്നത്, അത് പിന്നെ മാറ്റി തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ചുരിദാറാക്കി എടുക്കുവോ, അതൊരു എക്സ്ട്രാ ചെലവാണ്. പിന്നെ ഇപ്പൊ എന്താണ് മനസ്സമ്മതത്തിന് ഇപ്പൊ ലാച്ചായ വല്ലതും ആണെങ്കിൽ അത് നമ്മൾ പിന്നീട് കൂടി വന്നാൽ ചിലപ്പോൾ അടുത്തടുത്ത് വേറെ വല്ല കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ ഇടുമായിരിക്കും, എങ്കിലും നമുക്കൊരു മടിയാണ്. പക്ഷെ ഒരു ലാച്ചയ്ക്ക് തന്നെ 10, 25,000, 30,000 രൂപയ്ക്ക് ഒരു ലാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉപയോഗം എന്താണ്? അങ്ങനെയൊക്കെയുള്ള പിന്നെ ഈ പോസ്റ്റ് വെഡിങ് ഷൂട്ട്, അത് ഞങ്ങൾ രണ്ടുപേരും ഒഴിഞ്ഞു മാറിയ ഒരു സംഭവമാണ്. പോസ്റ്റ് വെഡിങ് ഷൂട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ ഈ കല്യാണ ആൽബത്തിന് അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ അതിനൊന്നും നിന്ന് കൊടുക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അതേ സമയത്ത് നടന്ന പല കല്യാണങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ വക പരിപാടികൾക്കൊക്കെ നമ്മൾ പോയിട്ടേ ഇല്ല. പിന്നെ വിരുന്ന് പോകല, അതൊരു ഒരു വലിയൊരു ചടങ്ങായിട്ട് നമ്മൾ നടത്തിയിട്ടില്ല. അത്യാവശ്യം 1-2 പേരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി തല കാണിച്ചു എന്നുള്ളതല്ലാതെ. പിന്നെ ഈ ആളാം വിധം ബന്ധുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്, ആൽബം സെറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പതുക്കനെ തഴഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ടും അത്യാവശ്യം കാശിന്റെ വില അറിയാവുന്നതുകൊണ്ടും മുൻപോട്ട് ജീവിക്കാൻ അനാവശ്യമായ കടബാധ്യത ശരിയാവത്തില്ല എന്ന തിരിച്ചറിവൊക്കെ കൊണ്ട്, പിന്നെ നമുക്ക് അത്യാവശ്യം വോയിസ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും നമ്മളിതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ബന്ധുക്കളുടെ ഇടപെടൽ അല്ലെങ്കിൽ കുശുശുക്കലൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. വീട്ടുകാരും അതൊന്നും മൈൻഡ് ചെയ്യാത്തതാണ് അതിനകത്തെ ഒരു മെയിൻ റീസൺ. വീട്ടുകാരും കൂടെ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ കല്യാണത്തിന് ശേഷം ഈ 1-2 തവണ കൊടുക്കുന്ന ഈ മന്ത്രകോടി അല്ലെങ്കിൽ ഡെയിലി ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ലോക്കറിലോ പണയത്തിലോ പോകേണ്ടി വരുന്ന ആഭരണങ്ങൾ, പിന്നെ എന്തുവാണ് ഒന്ന് സന്തോഷത്തോടെ കല്യാണം ആസ്വദിക്കാൻ പറ്റാതെ ഈ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ബഹളമായിരിക്കും അന്ന് മൊത്തം. അങ്ങോട്ട് ചാട്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ ചിരിക്കുക, ഇങ്ങനെ ഉമ്മ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ ചാടി കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നേരെ ചൊവ്വേ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓരോരുത്തർ ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നത്. അന്നൊക്കെ ശരിക്കും വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം പിന്നുള്ളത് ഈ മറ്റുള്ളവർ എന്ത് കരുതും എന്ന കാരണം കൊണ്ട് നാട്ടുകാരെ മൊത്തം വിളിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. കല്യാണം നമ്മൾ ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് ആണ് കല്യാണം നടത്തുന്നതെന്നുള്ളതുകൊണ്ടും നമ്മുടെ ആൾക്കാരെല്ലാം ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ട്രിവാൻഡ്രത്ത് നമ്മൾ വേറെ റിസപ്ഷൻ വരെ വെച്ചു. എന്ന് വെച്ചാൽ അവരെ നമ്മൾ അവഗണിച്ചു എന്ന് തോന്നരുത്. അതിൽ തന്നെ നമ്മൾ എങ്ങാനും ആരെങ്കിലും ഒക്കെ കല്യാണം വിളിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ലൈഫ് ടൈം ഒരു മുറുമുറുപ്പിന് കാരണമാകുന്ന രീതിയിലൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് റിസപ്ഷൻ അങ്ങനെ സെപ്പറേറ്റ് വെച്ചു. പക്ഷെ ഇതിനെല്ലാം സത്യം പറഞ്ഞാൽ അന്നത്തെ ഈ ആൾക്കാരെ എല്ലാവരെയും വിളിച്ചെങ്കിലും ഇവരൊന്നും വന്നിട്ട് ഒരു 5 മിനിറ്റ് പോലും അവരോട് ചിരിച്ച് കാര്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ഒരു റിസപ്ഷൻ ആണെങ്കിലും കല്യാണത്തിനാണെങ്കിലും നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റഡി വടിയായിട്ട് നിൽക്കുക, വരുന്ന ആൾക്കാരെ എല്ലാവരും പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അവരോടൊന്നും സംസാരിക്കാൻ പോലും ഫോട്ടോഗ്രാഫർ സമ്മതിക്കത്തില്ല. കാരണം പടപട ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു, ഗിഫ്റ്റ് തരുന്നു, പോകുന്നു. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ കല്യാണം വിളിക്കുന്നതെന്നായിപ്പോയി. ശരിയല്ലേ? എന്തിന്റെ ആവശ്യത്തിനാണ്? പരിചയക്കാരോടൊന്നും സംസാരിക്കാൻ പറ്റാതെ നമ്മുടെ ഒരു ദിവസമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചുമ്മാ കുറെ പൈസ ചെലവാക്കി എന്നുള്ളതല്ലാതെ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രസക്തി എന്താന്ന് അന്നേ ചിന്തിച്ചിരുന്നു. കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയെങ്കിലും ഇനി അടുത്തുള്ള എൻ്റെ പരിചയപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറി വരുന്നുണ്ട്. അപ്പൊ ഈ നടത്തുന്ന ചടങ്ങുകളെല്ലാം ബാക്കിയുള്ളവർ നടത്തുന്നു, അതുകൊണ്ട് നമ്മൾ അതുപോലെ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്.
ഇപ്പം ഏതാണ്ട് 16 വർഷത്തോളം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം ആ ലിസ്റ്റിൽ സേവ് ദ ഡേറ്റ്, മൈലാഞ്ചി, പ്രീ വെഡ്ഡിങ് ഷൂട്ട്, മധുരം വെപ്പ്, ബ്രൈഡൽ ഷവർ, അങ്ങനെ ഒത്തിരി ചടങ്ങ് പിന്നെയും കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടൊരു ജീവിതം കിടപ്പുണ്ട് എന്ന് റിയലൈസ് ചെയ്യാതെ ഈ ആർഭാടത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ചിന്ത. ഓക്കെ, ഇട്ട് മൂടാൻ കാശുള്ളവർ അല്ലെങ്കിൽ അത്രയധികം ആഗ്രഹമുള്ളവരൊക്കെ നടത്തട്ടെ. പക്ഷെ ഇങ്ങനെ നടത്തുന്ന കാണുമ്പോൾ അത് നോർമലൈസ് ആവുകയാണ്. അപ്പം ബാക്കിയുള്ളവരും അത് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അവർക്ക് പറ്റത്തില്ലെങ്കിൽ പോലും, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു കല്യാണമായി പോയി എന്നൊരു ചിന്ത അവർക്കും നാട്ടുകാർക്കുണ്ടാവുമല്ലോ, അല്ല നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ വന്നിട്ട് എല്ലാവരും നിർബന്ധമായിട്ട് ഇത് ചെയ്യേണ്ടി വരുവാണ്. പക്ഷെ ശരിക്കും ഇങ്ങനെയാണോ കല്യാണം നടത്തേണ്ടത്? ഈ കാണിക്കുന്നതും മുന്നോട്ടുള്ള ജീവിതം രണ്ടും രണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ നടത്തിയാൽ നമുക്ക് നേടാൻ പറ്റുന്നോ അല്ലെങ്കിൽ നഷ്ടമാകുന്നോ ഒക്കെ എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും ഒരു റാറ്റ് റേസ് തന്നെയല്ലേ ഇത്? കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച്, അല്ലെ രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ ആയിട്ടുള്ളൊരു അവസരമായിട്ടല്ലേ കല്യാണം ശരിക്കും കാണേണ്ടത്. നമുക്കിപ്പോൾ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒന്ന് ഒപ്പിട്ടോ, അല്ലെങ്കിൽ മതപരമായിട്ട് നടത്തണമെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ഒരു താലികെട്ടോ മിന്നുകെട്ടോ നടത്തി വളരെ അടുത്ത ബന്ധുക്കളെ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളെ മാത്രം വിളിച്ച്, കൂടി വന്ന ഒരു 100 താഴെയുള്ള ആൾക്കാരെ വിളിച്ച് ഒരു കുഞ്ഞു റിസപ്ഷൻ നടത്തി ആ റിസപ്ഷന്റെ സമയത്ത് ഫോട്ടോ എടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും വരുന്ന ആളുകളോടൊപ്പം അത്യാവശ്യം സമയം എടുത്ത് അവരെ പരസ്പരം അറിയാൻ, ഇപ്പൊ പെണ്ണിന്റെയും ചെറുക്കന്റെയും കൂട്ടർ വരും, അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാനായിട്ട് ഉള്ളൊരു അവസരമാക്കിയല്ലേ ശരിക്കും കല്യാണം മാറ്റേണ്ടത്. അല്ലാതെ ഇതുപോലുള്ള ഒത്തിരി ചടങ്ങുകൾ കുത്തി നിറച്ച് അല്ലെങ്കിൽ ബന്ധുക്കളുടെ എല്ലാം കാര്യങ്ങൾ നോക്കി അവരുടെ സൗകര്യം നോക്കി ഒക്കെ ഇങ്ങനെ ആകെപ്പാടെ ഒരു കുളമാക്കി പോകുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ സന്തോഷമായിട്ട് മനോഹരമായിട്ട് സമാധാനപരമായും പോകണ്ട അല്ലെങ്കിൽ ആഘോഷിക്കേണ്ട ഒന്നല്ലേ ഈ കല്യാണം. ഈ റൂളും ചട്ടമൊക്കെ നോക്കി അതിൻ്റെ സന്തോഷം കെടുത്തണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. കല്യാണം പലർക്കും പല രീതികളും ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ അത് മാൻഡേറ്ററി ആയിട്ട് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മാൻഡേറ്ററി ആക്കണം എന്ന് വരുന്നിടത്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. അടുത്തിടെ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പം ഞാനിത് ആദ്യം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റായിട്ട് ഇട്ടതാണ്. അപ്പം അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു, ഇതൊന്ന് വോയിസ് ആയിട്ട് ഇടാവോ എന്നുള്ളത്. അപ്പം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പ്രത്യേകിച്ചും വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും വേറെ വേറെ കുറെ പ്രയോറിറ്റീസ് വന്നുകൊണ്ട് നമുക്ക് ഈ മാസം ഇടാനായിട്ട് പറ്റത്തില്ല. അല്ല, അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഞാൻ ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും എഴുതുന്നുണ്ട്, അത് നമുക്കിങ്ങനെ വോയിസ് ഓവറായിട്ട് ഇടാം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും. കമ്മ്യൂണിറ്റി ടാബിൽ മിസ്സാക്കി പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വീഡിയോസിലൂടെ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ആണെങ്കിൽ ഞാൻ മുന്നോട്ടും ഈ നോ ഫേസ് വീഡിയോസ് കുറച്ചധികം ചെയ്യാൻ ആയിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നേക്ക് എൻ്റെയും ബിജുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷം ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഈ ഫോട്ടോസ് ചേർത്തത് കേട്ടോ. ഓക്കെ.